ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികരണവുമായി അഞ്ചരക്കണ്ടി കോളേജിലെ വിദ്യാർത്ഥികൾ. ഡോക്ടർ MK റാം സ്ഥിരം പ്രശ്നക്കാരനെന്നാണ് വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തൽ. സ്ഥിരമായി മോശം ഭാഷ ഉപയോഗിക്കും. പതിവായി ബോഡി ഷെയ്മിംഗ് ചെയ്യുമായിരുന്നു. ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ തല്ലിക്കും. നേരത്തെയും 2 തവണ റാമിനെ സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർ റാമിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലാണ് വിദ്യാർത്ഥികൾ നടത്തുന്നത്. ക്ലാസ് റൂമിൽ വെച്ച് പോലും വിദ്യാർത്ഥികളോട് "നീ പോയി ചാവൂ" എന്ന് അയാൾ പറഞ്ഞിരുന്നതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. പലതവണ പരാതി കൊടുത്തിട്ടും പ്രിൻസിപ്പളോ മാനേജ്മെന്റോ നടപടിയെടുത്തിട്ടില്ലെന്നും വിദ്യാർത്ഥിനികൾ പറഞ്ഞു. അതാണ് ചെറിയ അങ്ങനെയാണ്. ഇപ്പം അവരുടെ ചേച്ചി പറയുന്നുണ്ട്, നിന്നെ ചാവായിട്ട് ഇവിടെ നിന്ന് ഇറക്കുള്ള കൈയും കാലും തല്ലടിക്കുന്നത്. വിശ്വസിക്കാതെ നിവൃത്തിയില്ല, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിന് മുമ്പ് കൊല്ലുന്നല്ല, പ്രേരിപ്പിച്ചിരുന്നു. നിങ്ങൾ ചാവും പറഞ്ഞിട്ടുണ്ട്. യു ഗോ ആൻഡ് ഡൈ മാൻ, അതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ഗോ ആൻഡ് ഡൈ മാൻ. ആരോട് വേണമെങ്കിലും ചിലപ്പോ പേടിച്ചിട്ട് പറയാത്തതായിരിക്കും. ക്ലാസ്സിൽ വന്നിട്ട് ഇത് ക്ലാസ്സിൽ വന്ന കാര്യം അത് പണി നോക്കി പോണോന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും കേട്ട് നിന്നിട്ടുണ്ട്. നിതിൻ പ്രതികരിച്ചിരുന്നു. ഉറപ്പാണ്. അവൻ മരിക്കുന്നതിന് തലേദിവസം എന്റെ ഫ്രണ്ടിനോട് കണ്ടപ്പോൾ ചോദിച്ചു, നിതിൻ എന്ത് പറയണോ, അവൻ എന്താ ചെയ്യുന്നത് ചോദിക്കാൻ പറഞ്ഞത്. അങ്ങനെ നാമസറായിട്ട് എന്തോ പ്രശ്നമായി. അങ്ങനെ അവൻ പറഞ്ഞു, എനിക്ക് നല്ല ക്ലാസ് കഴിക്കല്ല, എനിക്ക് ട്രെയിൻ ഉണ്ട്, ഞാൻ പോകുന്നു. അങ്ങനെ എന്ത് പറഞ്ഞു. അതിന്റെ ഓഡിയോ ആണ് പുറത്ത് വന്നിരിക്കുന്നത്. അതിന്റെ ഓഡിയോ ആണ് പുറത്ത് വന്നിട്ടുള്ളത്. അതിനുശേഷം സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചിരുന്നു. അങ്ങനെ അറിയാമോ? അതിനുശേഷം സ്റ്റാഫ് റൂമിൽ നിന്ന് നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ, ക്ലാസ് മേസിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവിടെ നേരത്തെ MSFന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇതിനു മുൻപ് ഇവിടെ ആക്രമണം നടത്തിയിട്ടുണ്ട്, ഇവിടെ പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ക്യാമ്പസിനകത്ത് മാത്രമല്ല, കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിലകത്തേക്ക് വർഗീയ അധിക്ഷേപവുമായി ഇവിടുത്തെ അധ്യാപകർ കടന്നുപോയിട്ടുണ്ടോ? എന്താ ഈ സംഭവം? HOD ഡോക്ടർ റാം എന്ന് പറയുന്ന HOD ആ കുട്ടിയെ അധിക്ഷേപിച്ചു. എന്താ അധിക്ഷേപിച്ചത്? നീ കറുത്തവനാണെന്ന് ഈ ക്യാമ്പസിനകത്ത് 80 കുട്ടികളുള്ള ക്ലാസ്സിനകത്തേക്ക് ഈ കുട്ടിയോട് പറഞ്ഞു. കുട്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ കറുത്തവനാണ്. ജാതീയപരമായി അധിക്ഷേപിച്ചു. നീ SC വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് അധിക്ഷേപിക്കുകയുണ്ടായി. അത് മാത്രമാണോ അധിക്ഷേപിച്ചത്? അത് മാത്രമല്ല, ഈ കുട്ടിയോട് പറഞ്ഞു, നിന്റെ ഇന്റേണൽ മാർക്ക് കുറക്കുമെന്ന്. ഇന്റേണൽ മാർക്ക് കുറക്കുക എന്ന് മാത്രമല്ല പറഞ്ഞത്, 3 മാർക്ക് ഇന്റേണൽ മാർക്ക് കുറച്ചു. ഒരു കുട്ടിക്ക് അവകാശപ്പെട്ടതാണ്, അവകാശപ്പെട്ട കാര്യമാണ് ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത്.